മലയാളിക്ക് ഒരു കുഴപ്പമുള്ള, മലയാളിക്ക് എല്ലാം, മലയാളിക്ക് എന്ത് ബൈബിള് പഠിച്ചാലും അവനെ നയിക്കുന്നത് പഴഞ്ചൊല്ലായിരിക്കും. മലയാളി എന്ത് ബൈബിള്, മലയാളിയുടെ ഒരു ദുരന്തം അതാണ്. എന്ത് ബൈബിൾ അവൻ പഠിച്ചാലും അവനെ നയിക്കണത് ആരായിരിക്കും? പഴഞ്ചൊല്ലായിരിക്കും. അത് നമ്മൾ അറിയത്തില്ല. നമ്മൾ അറിയാതെ നമ്മുടെ അകത്ത് കിടക്കുന്നൊരു വൈറസാണ് ഈ പഴഞ്ചൊല്ല്. ഇപ്പം നിങ്ങൾ പറയും ആറ്റിക്കളഞ്ഞാലും പണിയായി. അതാ സംഭവം. മലയാളം അങ്ങനെ ചെയ്യത്തുള്ളൂ, അവൻ അർത്ഥ കൈക്ക്. അപ്പം ഈ ബേസിക് സ്വഭാവങ്ങളുള്ള കാരണം തന്നെ ദൈവാനുഗ്രഹം കുറയാൻ സാധ്യതയുണ്ട്. നമ്മുടെ അവബോധം, നമ്മുടെ സാംസ്കാരിക അവബോധം മനസ്സിൽ കിടക്കുന്നത് എന്താണ്? ഇതുപോലെ തന്നെ ബൈബിളേതരമായി നിലവാരപ്പെട്ടിട്ടുള്ള ദൈവഹിതപ്രകാരമുള്ള ദൈവത്തെ സ്വീകരിക്കാത്ത ഒരു ജനതയുടെ സ്വയം പ്രകാശനങ്ങളാണ്. അതിനാണ് പഴഞ്ചൊല്ലെന്ന് പറയണത്. എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈബിളിനെതിരാണ്. നിങ്ങൾ പറയും ആറ്റിക്കളഞ്ഞാലും അളന്ന് കളയണം. അപ്പോൾ കർത്താവ് എന്ന് പറയും നിങ്ങൾ അളക്കുന്ന അളവ് പോലുകൊണ്ട് തന്നെ തിരിച്ചു നിങ്ങൾക്ക് മാത്രം അളന്നാൽ പറ്റത്തില്ല. മത്തായി 7:2 നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ, നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്ന് കിട്ടും, നിങ്ങൾക്കും അളന്ന് കിട്ടും. പക്ഷെ ഇത് എങ്ങനെ സംഭവിച്ചിരിക്കുന്നത്? ഈ ലൂക്കാസ് സുവിശേഷമാണ് നല്ലത്. ലൂക്കാസ് സുവിശേഷം 6:38 അവസാനമാണ് പറയണത്, നിങ്ങൾ അളക്കുന്ന അളവുകോല് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്ന് കിട്ടുമെന്ന്. പക്ഷെ എന്താ പ്രശ്നം വെച്ചാൽ അതൊക്കെ മുമ്പ് പറഞ്ഞ വാക്ക് എന്താണ്? കൊടുക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. അതാണ് പറഞ്ഞത്. അതിക്ക് മുമ്പ് പറഞ്ഞ കൊടുക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. എന്ത് കിട്ടും? അമർത്തി കുലുക്കി നിറച്ചളന്ന് അവൻ നിൻ്റെ മടിയിലോട്ട് ചൊരിയും എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. ഇങ്ങനെ ചൊരിയണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ അളക്കുന്ന അളവുപോലെ തന്നെ നിങ്ങൾക്കും, നിങ്ങൾക്ക് കൈ നീളത്തില്ലെന്ന്, ദൈവം കൈ നീളത്തില്ലെന്ന് അർത്ഥം. നമ്മൾക്ക് കൈ നീളത്തില്ലെങ്കിൽ ദൈവത്തിൻ്റെ കൈ നീളത്തില്ലെന്നാണ് ഈ പറയണത്. കേൾക്കുമ്പോൾ ഓർക്കും നമുക്ക് കൊടുക്കുമെന്നെങ്കിൽ ലഭിക്കും. പക്ഷെ എങ്ങനെ കൊടുക്കണം? അമർത്തി കുലുക്കി നിറച്ച് അളന്ന് അവൻ നിൻ്റെ മടിയിലോട്ട് ചൊരിയണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ അളക്കണം ആദ്യം. നിങ്ങൾ അളക്കുന്ന അളവ്, അല്ലാതെ ദൈവമാണല്ലോ ആദ്യം അളക്കണത്. ആ വചനം വായിച്ചേ. ലൂക്ക 6:38. ലൂക്ക 6:38 കൊടുക്കുവിൻ നിങ്ങൾക്കും കിട്ടും, നിങ്ങൾക്ക് കിട്ടും. അമർത്തി കുലുക്കി നിറച്ചളന്ന് അവർ നിങ്ങളുടെ മടിയിൽ ഇട്ട് തരും. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്ന് കിട്ടും, ഞാൻ എന്ത് ഇത് വായിച്ചപ്പോഴേക്കും ഈ ജുബിനുണ്ടല്ലോ നിത്യത സമൃദ്ധമായിരിക്കും. എന്താ കാര്യം? ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കണ്ടു എന്ന് പറഞ്ഞില്ലേ? കണ്ടിട്ടാൻ പോകുന്നില്ലല്ലോ, 1 മാസം അവിടെ നിന്നില്ലേ? അതാണ് സംഭവം. എൻ്റെ പിതാവിനാൽ ഇപ്പം നിങ്ങൾ ഓർക്കും ശരിയാണ്, കൊടുക്കും നമുക്ക് ലഭിക്കും. അപ്പോൾ നമുക്ക് IELTS പാസ്സാവുന്ന വെച്ചാൽ പറയണം ശരി. അപ്പം നമ്മുടെ പുരയിടം വിറ്റുപോകും, നല്ല വിലക്ക് വിറ്റുപോകുമായിരിക്കും. നിങ്ങൾ ഞാൻ പറയണതൊന്ന്, ചിന്തിക്കണ വേറെ. നിങ്ങൾ കൊടുക്കും, ശരി ശരി, അവന് നമ്മൾ ആണെങ്കിൽ നമുക്ക് 2 കിലോ അരി വാങ്ങിച്ചു കൊടുക്കാം, 10 ഉടുപ്പ് വാങ്ങിച്ചു കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്ത്? അപ്പോൾ ജോലി കിട്ടുമല്ല, അപ്പോൾ ശമ്പളം കിട്ടുമല്ല, അപ്പോൾ നമ്മൾ 100 ഉടുപ്പ് തിരിച്ച് വാങ്ങിക്കാമല്ല. ഇങ്ങനെ ഭാഗികമായിട്ടും മാനുഷികമായിട്ടും ക്യാഷ് ആൻഡ് കൈയിലാണ് വചനം നിങ്ങൾ ചിന്തിക്കുകയും ആലോചിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യും. അതല്ല ഇവിടുത്തെ പ്രശ്നം. എന്താ പ്രശ്നം? ഈ നിത്യതയെക്കുറിച്ചാണ് കർത്താവ് ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത്. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു, എൻ്റെ പിതാവിനാൽ അനുഗ്രഹീതരെ വരുവിൻ, ലോകാരംഭം മുതൽ ഒരുക്കിയിരിക്കുന്ന രാജ്യം നിങ്ങൾ കൈവശമാക്കിക്കൊള്ളുവിൻ. നിത്യതയെക്കുറിച്ചാണ് ഇതെല്ലാം പറയണത് പലതും. അപ്പോൾ ജൂബിനെ സംബന്ധിച്ചിടത്തോളം ഒരു മണിക്കൂർ പോയി നിൽക്കാൻ പറഞ്ഞപ്പോൾ അവനെന്ത് ചെയ്ത്? 1 മാസം പോയി നിന്ന്. അപ്പോൾ അവന് എന്താ കിട്ടാൻ പോണേ? നിത്യതയാണ് അതിന് വരാൻ പോണത്. അവൻ്റെ ഇതിനോടുകൂടി നിത്യത. അപ്പം നിങ്ങളൊക്കെ ചത്ത് കഴിയുമ്പോൾ ഈ ജീവിതത്തിൽ എന്താ അച്ഛൻ ഈശോ ഒന്നും പറയാത്തത്? അങ്ങനെയാണ് ചേർത്ത് നൽകുമെന്ന് ഈശോ പറയണത്. വരാനിരിക്കുന്ന രാജ്യത്തെ നിത്യജീവനം. വരാനിരിക്കുന്ന ഈ ജീവിതത്തിൻ്റെ ഡിമാൻഡ്സുകൾ സാറ്റിസ്ഫൈ ചെയ്തതിന് ശേഷമാണ്
അതിൻ്റെ കൂടെ എന്ത് ചെയ്യും? ഉടമ്പടിക്ക് വരായിരിക്കുന്ന കാലത്ത് നിത്യജീവൻ. ടേക്ക് ദ ബെഡ് ഓഫ് ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മർക്കോസ് 10:29-30. മർക്കോസ് 10:29-30. യേശു പ്രതിവചിച്ചു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്ന എന്നെ പ്രതിയും സുവിശേഷത്തെ പ്രതിയും ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരിമാരെയോ മാതാവിനെയോ പിതാവിനെയോ മക്കളെയോ വയലുകളെയോ ത്യജിക്കുന്നവരിൽ ആർക്കും ഇവിടെ വെച്ച് തന്നെ 100 ഇരട്ടി ലഭിക്കാതിരിക്കില്ല. ഭവനങ്ങളും സഹോദരന്മാരും സഹോദരിമാരും മാതാക്കളും മക്കളും വയലുകളും അവയോടൊപ്പം പീഡനങ്ങളും വരാനിരിക്കുന്ന കാലത്ത് നിത്യജീവനും. യേശുക്രിസ്തുവിന് വേണ്ടി നമ്മൾ കൊടുക്കുമ്പോഴേ ആ കൊടുക്കണ ആ സമയത്ത് ചില ആൾക്കാർ പറയത്തില്ലേ, ഓ എന്ത് കൊടുത്താലും ആ കൊടുക്കുമ്പോൾ കൊള്ളാമെന്ന്. മലയാളത്തിലുള്ള സംഭവമാണ്. എന്താണ് കൊടുക്കുമ്പോൾ കൊള്ളാമെന്ന്? നമ്മൾ ആർക്കെന്ത് കൊടുത്താലും 5 മാസത്തേക്ക് ഇങ്ങനെ നമ്മളെ കാണുമ്പോൾ ചിരിക്കും. 6-ാം മാസം നമ്മളെ കാണുമ്പോൾ കണ്ട ഇതുപോലെ ഉണ്ടാകത്തില്ല. ദൈവം അങ്ങനെ അല്ലെന്നായി പറയണത്. പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പോൾ കൊടുക്കുമ്പോൾ പാസ്ത പറഞ്ഞ് തന്നെ കൊടുക്കണം. എന്താ വിഷയം എന്ന് വെച്ചാൽ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാകണത് നമ്മൾ ദൈവത്തിന് വേണ്ടി നമ്മുടെ ജീവിതം ചെലവഴിക്കുമ്പോഴാണ് മനസ്സിലാക്കുക. ഇപ്പം നിങ്ങൾ തന്നെ ഒരു ദിവസം എന്തുമാത്രം മനുഷ്യരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണത്. ഞാൻ വീട്ടിൽ കല്യാണം കഴിച്ച് ജീവിച്ചിരുന്നെങ്കിൽ പ്രാർത്ഥിക്കും ഇത്തിരി ആൾക്കാർ. അതാണ് സംഭവം. ഞാൻ കർത്താവിന് എൻ്റെ ജീവിതം കൊടുത്തപ്പോൾ ലക്ഷക്കണക്കിന് മനുഷ്യരല്ലേ നമ്മളെ പ്രാർത്ഥിക്കാൻ വേണ്ടി നിൽക്കണതും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണതും ശുശ്രൂഷകളെല്ലാം സഹായിക്കണതും എന്തെല്ലാം കാര്യങ്ങൾ. അതുപോലെ നിങ്ങളും എൻ്റെ ദൈവത്തിലെ ഇപ്പം ഇത് പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ സമയമാണ്. ഇപ്പം അച്ഛൻ്റെ കൂടെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വന്നിവിടെ ഒന്ന് നിൽക്കാം, ഒരു കുഴപ്പമില്ല. ഇപ്പം 5 കൊല്ലം വേണം 5 കൊല്ലം നിൽക്കാം, 3 കൊല്ലം വേണം 3 കൊല്ലം നിൽക്കാം, ജീവിതകാലം മുഴുവൻ വേണമെങ്കിൽ നിങ്ങൾക്ക് നിൽക്കാം. അതൊക്കെ പക്ഷേ നിങ്ങൾക്ക് ബോധ്യം ഉണ്ടാകണം ഈ വിഷയത്തെക്കുറിച്ച്. കാര്യം ഇവിടെ നിൽക്കുന്നവർ വെറുതെ ഒരു ധ്യാനകത്തിൽ പോയി നിൽക്കുകയല്ല. മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് സ്ഥിരീകരണത്തിനായിട്ട് ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് സാക്ഷിയാണെന്നുള്ള രീതിയിൽ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാണ്. ആ കാര്യത്തിൽ ബോധ്യമുള്ളവരായിരിക്കണം വരേണ്ടത്. ആ കാര്യത്തിൽ ബോധ്യം ഉണ്ടാകണം. അല്ലാത്തവർ 5 കൊല്ലം ഈ പ്രത്യക്ഷീകരണത്തിൽ ബോധ്യമില്ലാത്തവർ 5 കൊല്ലം വന്നാലും പണിക്കാരാണ്. ആ പണി കഴിഞ്ഞ് പോവും. ഞാൻ അവരുമായിട്ട് വലിയ ബന്ധങ്ങളൊന്നുമില്ല ശരിക്കും പറഞ്ഞു. അങ്ങനെ എത്രയോ പേര് ഇവിടെ വന്ന് പ്രവർത്തിച്ച് പോകുന്നുണ്ട്. ഐ എം നോട്ട് സീയിങ് പേഴ്സണലി ദം. കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നോക്കണത് എപ്പോഴും എന്താണ്, പ്രത്യക്ഷീകരണത്തെ ഇവർക്ക് ബോധ്യമുണ്ടോ, മാതാവിടെ പ്രത്യക്ഷപ്പെട്ടതായിട്ട് അവർക്ക് ബോധ്യമുണ്ടോ, അതനുസരിച്ച് തന്നെയാണോ അവരുടെ ശുശ്രൂഷകൾ മുന്നോട്ട് പോണത്. അവിടെ സംസാരങ്ങൾ മാതാവിൻ്റെ പ്രത്യക്ഷത്തെക്കുറിച്ച് നമുക്ക് കിട്ടുന്ന അറിവെന്ന് പറയുന്നത് ഒരു അഭിഷേകദാനമാണ്. അത് കിട്ടാതെ ആരെല്ലാം ഇവിടെ ഒരു ജന്മം ഇവിടെ നിന്നിട്ടൊരു കഥയില്ല. അപ്പോൾ വരാൻ പോകുന്നവരെ പ്രേക്ഷിത ആണായാലും പെണ്ണായാലും ഓർക്കുക, മാതാവിൻ്റെ പ്രത്യക്ഷീകരണമാണ് കൃപാസനത്തിൻ്റെ ആ ഹൃദയസ്പന്ദനം എന്ന് പറയണത്. ആ പ്രത്യക്ഷീകരണത്തെക്കുറിച്ച് ദൈവം തന്നെ നിങ്ങൾക്ക് ബോധ്യങ്ങൾ തരണത് അനുഭവങ്ങളിലൂടെ ആയിരിക്കണം. അതിലൊക്കെ ജീവിതം നിന്നെ കാരുണ്യമേ, ജീവനേ നിന്നെ കാരുണ്യമേ. നീ വരും ദൈവകാരുണ്യമേ. ഒരുമിച്ച് പാടുക. എഴുന്നേൽക്കുക. കാരുണ്യമേ, ജീവനേ നിന്നെ കാരുണ്യമേ. ഉച്ചത്തിൽപാടി പ്രാർത്ഥിക്കണം. ജീവിതം
ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ നിന്റെ കാരുണ്യം. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, എൻ്റെ മക്കളെ, രോഗസൗഖ്യ പ്രാർത്ഥന സമയമാണ്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷത്തോടുകൂടിയാണ് ഈ ധ്യാനത്തിൻ്റെ സമാപനത്തിൽ എൻ്റെ മനസ്സിൽ ഒത്തിരിയേറെ ഇന്ന് ഈ ധ്യാനം കൂടുന്നവരും ഇനി ഓൺലൈനിൽ കൂടാൻ പോകുന്നവരും അവിടെ രോഗഭാരങ്ങളെയും ജീവിത ദുരിതങ്ങളെയും പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷങ്ങളുടെ സ്ഥിരീകരണത്തിനായി ദൈവം ഏറ്റെടുക്കുമെന്ന് പരിശുദ്ധാത്മ പറയുന്നുണ്ട്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നീ വരൂ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. ചെല്ലര് ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ നിന്റെ കാരുണ്യമേ, ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ നിന്റെ എൻ്റെ മക്കളെ, പരിശുദ്ധാത്മാവ് നമ്മൾ കുളിച്ച് നിൽക്കുന്ന ഒരു സമയമാണിത്. മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അൾത്താരയിൽ അമ്മയുടെ സാന്ദ്രതമായ സാന്നിധ്യമുണ്ട്. ദിവ്യകാരുണ്യത്തിൻ്റെ സമയത്താണ് അമ്മ അന്ന് പ്രത്യക്ഷപ്പെട്ടത്. അതേ ഒരു ഫീലാണ്, അതേ ഒരു ആംബിയൻസിലാണ് നമ്മൾ നിൽക്കുന്നത്. അതേ അമ്മ, അതേ കർത്താവ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഓരോ മകനെയും മകളെയും കർത്താവിൻ്റെ തിരുമുറിവാർന്ന വലത് കർത്താൽ ആശീർവദിക്കുന്ന സമയമാണ്. കർത്താവേ, കർത്താവേ, കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന കർത്താവേ, കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന കർത്താവേ, സ്വർഗം തുറക്കണമേ, സ്വർഗം തുറക്കണമേ, സ്വർഗം തുറക്കണമേ. അടിപ്പിണർ പോലെ, അടിപ്പിണർ പോലെ, വൈദാക്കാലം പോലെ, വൈദാക്കാലം പോലെ ദൈവികമായ ശക്തി, ദൈവികമായ ശക്തി ഓരോ മകന്റെ മേലും, ഓരോ മകളുടെ മേലും അടുപ്പിണർ പോലെ, വൈദാക്കാലം പോലെ ദൈവികമായ ശക്തി ഓരോ മകന്റെ മേലും ഇറങ്ങുന്ന കർത്താവിന്റെ വിശുദ്ധ രക്തം, കർത്താവിന്റെ വിശുദ്ധ രക്തം ഉച്ച മുതല്, കർത്താവിന്റെ വിശുദ്ധ രക്തം ഉച്ച മുതല് ഉള്ളംകാല വരെ കർത്താവിന് അരിച്ചിറങ്ങട്ടെ, അരിച്ചിറങ്ങട്ടെ കർത്താവിന് ശക്തി. കർത്താവ് തൈറോയ്ഡ് രോഗികള്, പിസിയോടി രോഗികള്, പിസ്റ്റില രോഗികള്, കരള് രോഗികള്, ഹൃദയ രോഗികള്, ശ്വാസകോശ രോഗികള്, ഹൃദയ രോഗികള്, കിഡ്നി രോഗികള്, കുടല് രോഗികള്, ക്യാൻസർ രോഗികള്, ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തില് മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ. പാടുക, എല്ലാവരും പാടുക. കർത്താവേ, ഗർഭിണികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കർത്താവ് കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ജീസോ നിന്റെ തിരുമുറിവാർന്ന് വളർന്നു കിടാൻ കുഞ്ഞുമക്കൾ ഉണ്ടാകുന്ന രോഗികളായിട്ട് കുഞ്ഞുമക്കളെ കണ്ണീരോടെ കരയുന്ന അമ്മമാരെ അവരുടെ കുഞ്ഞുങ്ങളെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്, നിന്റെ സ്വർഗീയമായത് കർത്താവ്, നിന്റെ ഉന്നതമായ നാമത്തെ മഹത്വപ്പെടുത്തുന്ന കർത്താവ്, മക്കളില്ലാത്തവരെ സ്പർശിക്കണ കർത്താവ്, ഭവനരഹിതരെ സ്പർശിക്കുന്ന കർത്താവ്,
സാമ്പത്തികമായ ക്ലേശങ്ങളുള്ളവര്, ഭാരങ്ങളുള്ളവര്, പരീക്ഷ എഴുതി വയ്ക്കുന്നവർ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, കർത്താവെ ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവർ, ജോലി നഷ്ടപ്പെടാൻ പോകുന്നവർ, ലിസ്റ്റ് ക്യാൻസൽ ആകാൻ പോകുന്നവർ, യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തില് മാർഗ തടസ്സങ്ങള്, ജീവിത ദുരിതങ്ങള് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവെ, കണ്ണിന് കരുക്കളുള്ളവരെ, കണ്ണിന് ദശ വളരുന്നവരെ, കർത്താവ് കണ്ണിന് കാഴ്ച മുട്ടിയവരെ അങ്ങനെ തിരിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിച്ച്, മറാത്ത തലവേദന ഉള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, കണ്ണിൽ നിന്നും കാതിൽ നിന്ന് ഫ്ലൂയിഡ് വരുന്നവരെ, പഴുപ്പ് വരുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, തൊണ്ടയിൽ മുഴയുള്ളവരെയും, തൈറോയ്ഡ് രോഗികളെയും, ടോൺസൈറ്റ് രോഗികളെയും, സ്പിറ്റുല രോഗികളെയും, സ്പോണ്ടിലൈറ്റിസ് രോഗികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഏത് രോഗത്തിന് വേണ്ടിയാണോ, ഏത് ജീവിത ആവശ്യത്തിന് വേണ്ടിയാണോ, ഏത് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്ന വിഷയമാണോ, ഏത് രേഖ ആവശ്യപ്പെട്ടുള്ള വിഷയമാണോ, ഏത് ജോലി ആവശ്യപ്പെട്ടുള്ള വിഷയമാണോ, ഏത് ഡേറ്റ് നിശ്ചയിച്ചുകൊണ്ട് അതിന്റെ ശുഭകരമായ മറുപടി പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളാണോ, യേശുവിന്റെ നാമത്തിൽ മാതാവിന്റെ മധ്യസ്ഥത്തിൽ ദൈവിക ഇടപെടൽ ഉണ്ടാകട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ എന്റെ മക്കളെ, നിങ്ങളുടെ സന്തോഷത്തോടെ കൈകൾ നെഞ്ചത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കണം. കർത്താവിന്റെ അടിപ്പണ്ട പോലെ വൈദാഘാതം ദൈവികമായ ശക്തി നിനക്ക് വരുന്ന കാര്യമാണ്. നിന്റെ മനസ്സ് വേദനിക്കുന്ന, നെഞ്ച് പൊളയുന്ന, പിടക്കുന്ന എന്താ വിഷയത്തിനും ഈ ആഴ്ചയിൽ കർത്താവ് 7 ദിവസത്തിനുള്ളിൽ കർത്താവിന്റെ തീരുമാനം ഉണ്ടാകും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ കർത്താവിന് 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാസമത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസമത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയില് ഇവിടെ പ്രാർത്ഥിക്കുന്ന മക്കൾക്ക്, ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്ന മക്കൾക്ക്, ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് അവരുടെ ജീവിത ദുരിതങ്ങള് ഇപ്പോഴത്തെ പരിശുദ്ധ അമ്മ ഉണ്ണീശോയുമായിട്ട് ജലത്തിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വരുന്നതായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ പരിശുദ്ധ അമ്മ ഉണ്ണീശോയുമായിട്ട് കൊണ്ട് ജലത്തിന്റെ ഇടയിൽ നിൽക്കുന്നതായിട്ട് കാണുന്നു. കർത്താവിന്റെ കരുണയാൽ, ദൈവത്തിന്റെ കൃപയാൽ കർത്താവേ, അവർക്ക് വീട്ടില്ല, അവർക്ക് വെള്ളമില്ല, കുടിക്കാൻ വെള്ളമില്ല, ജോലിയില്ല, എല്ലാ കുടുംബങ്ങളിലേക്ക് കർത്താവിന്റെ കരുണ മാർഗങ്ങള് ദുരിതങ്ങള് പ്രാർത്ഥിക്കുന്ന വിഷയത്തില് 39 വർഷം അർപ്പിച്ചിട്ടുമാണ്. ഇവരുടെ പ്രത്യക്ഷപ്പെട്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയില് ഇയാൾക്കാരെ നടത്ത 10,000 ആരാധനകളാൽ മാർഗരോഗങ്ങള്, ദുരിതങ്ങള്, ഈ തടസ്സങ്ങള് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കൈകൾ കുപ്പിക്കൊണ്ട് കണ്ണടച്ച് കണ്ണ് തുറന്ന് കർത്താവ് നോക്കിക്കൊണ്ട് നിൽക്കേണ്ട സമയമാണ്. വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ഓൺലൈനിലുള്ളവരും പ്രാർത്ഥിക്കേണ്ട സമയമാണ്.
മുട്ടിൻ്റെ മുകളിലുള്ള നീണ്ട മുഴകളെ കർത്താവ് സ്പർശിക്കുന്നതായിട്ടും സുഖപ്പെടുന്നതായിട്ട് സാക്ഷ്യ സന്ദേശമുണ്ട്. ശരീരം മുഴുവൻ ഇങ്ങനെ കുരുക്കൾ പോലെ, ചുടുകുരുവല്ല, അല്ലാതെ തന്നെ എന്തോ അലർജി മൂലം ഉണ്ടാകുന്ന കുരുക്കളെ കർത്താവ് സ്പർശിക്കുന്ന സന്ദേശമുണ്ട്. എപ്പോഴും ശരീരത്തിൽ ഇങ്ങനെ തള്ളവില്ല കൊണ്ട് നെക്കി നോക്കുന്ന ഒരു ഇടമുണ്ട്. അത് ക്യാൻസറാണെന്ന് സ്വന്തമായിട്ട് ചിന്തിച്ച് ആകുലപ്പെടുന്ന വ്യക്തിയുണ്ട്. ആ വ്യക്തിയെ കർത്താവ് സുഖപ്പെടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. വ്യക്തിപരമായ ആവശ്യങ്ങളും മൗനമായി പ്രാർത്ഥിക്കുക. ശ്വാസകോശങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുക. ശ്വാസകോശങ്ങളുടെ കർത്താവിൻ്റെ പരിശുദ്ധമായ രക്തം കയറി ഇറങ്ങാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ശ്വാസകോശ കർത്താവ് സുഖപ്പെടുത്തുന്ന സമയമാണ്. ഇത് സാക്ഷ്യം പറയാൻ നിങ്ങൾക്ക് സാധിക്കാം. ഒരു തോളെല്ലില് ഇടത് തോല് വലത് തോല് ഇടിഞ്ഞും ഇടത് തോല് മുന്തിയും നിൽക്കുന്ന ഒരവസ്ഥയാണ്. എന്തോ അപകടത്തിലോ അല്ലെങ്കിൽ ജന്മനോ സംഭവിച്ചതാണ്. അത് ബാലൻസ് ചെയ്യുന്ന രീതിയിൽ ഒരു സന്ദേശമുണ്ട്. കർത്താവിന് നന്ദി പറയാം. ശ്രുതികട മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവസ്നേഹത്തോടെ ദൈവിക പ്രത്യാശയിൽ മുന്നേറിക്കൊണ്ട് ഉടമ്പടി നിബന്ധനകൾ പാലിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷ്യമാക്കി ഞങ്ങളെ ഓരോരുത്തരെയും, ഞങ്ങളുടെ കുടുംബങ്ങളെയും സ്ഥാപനങ്ങളെയും ഈശോ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ശിരസ്സ് നമിച്ച് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.